ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമുക്ക് നമ്മളെ പുതിയ പാൻ കാർഡിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഇതിന്റെ പ്രോസസ്സ് വന്നിട്ട് നേരത്തെ കാലം ചേഞ്ച് ആയിരിക്കുകയാണ്. അതിന്റെ ഫോം നമ്പറും ചേഞ്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇഷ്ടമുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളെ പുതിയ പാൻ കാർഡിൽ ആഡ് ആയി വരും. അതിനുശേഷം നിങ്ങളെ PVC കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. അതും നിങ്ങളെ അഡ്രസ്സിലൂടെ സ്പീഡ് പോസ്റ്റിലൂടെ വരും. ഓക്കെ, നമുക്ക് പുതിയ പാൻ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക NSDL പാൻ. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇതാണ് ഒഫീഷ്യൽ പോർട്ടൽ. ഇതിലൂടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ആപ്ലിക്കേഷൻ ടൈപ്പിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം ന്യൂ പാൻ ഫോം നമ്പർ 93 ഇന്ത്യൻ സിറ്റിസൺ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നേരത്തെ കാര്യം കുറേ ഫോംസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അഥവാ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അഥവാ നിങ്ങൾ ഏതെങ്കിലും കമ്പനി അതോ സൊസൈറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എൻറ്റിറ്റി എന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മളിവിടെ സ്വന്തം ആവശ്യത്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫോം നമ്പർ 93 ഇന്ത്യൻ സിറ്റിസൺ ക്ലിക്ക് ചെയ്യണം. ഇനി അപ്ലിക്കന്റ് സെക്ഷനിൽ വരുമ്പോൾ നിങ്ങളെ പേര് ഇവിടെ കൊടുക്കണം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇതേപോലെ പ്രത്യേകിച്ച് ഉണ്ടാകും. അഥവാ നിങ്ങളെ പേരിന്റെ അകത്ത് മിഡിൽ നെയിം ഇല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ഇവിടെ മാത്രം കൊടുത്താൽ മതി. അഥവാ ആരെങ്കിലും പേര് വന്നിട്ട് സിംഗിൾ പേരാണെങ്കിൽ എന്ന് വെച്ചാൽ രാജേഷ് എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുക. അതിനുശേഷം ലാസ്റ്റ് നെയിം സർനെയിമിൽ മാത്രം തന്നെ നിങ്ങൾ സിംഗിൾ പേര് ടൈപ്പ് ചെയ്യണം. ഇതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാലണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബൈ സബ്മിറ്റിംഗ് ഡാറ്റയിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് എന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ കാണുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ടോക്കൺ ID ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഈ ടോക്കൺ ID വളരെ യൂസ്ഫുൾ ആണ്. നമുക്കിവിടെ കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ പാൻ കാർഡിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ഇപ്പോഴത്തെ ടൈമിൽ 3 രീതിയിൽ നമുക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നുണ്ടാകും ആധാർ ബേസ്ഡ് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ. ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യൂല. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങളെ ആധാർ കാർഡിലുള്ള സെയിം ടു സെയിം ഡീറ്റെയിൽ തന്നെ ഇവിടെ ഫിച്ച് ആയി വരും നിങ്ങളെ പാൻ കാർഡിൽ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അത് ഓട്ടോമാറ്റിക് നിങ്ങളെ ആധാറിലുള്ള സെയിം ടു സെയിം ഇവിടെ ഫിച്ച് ആയി കാണിക്കും. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്വന്തം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നമ്മളെ സ്വന്തമായിട്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ പാൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് സ്കാൻ അപ്ലോഡ് ആൻഡ് ഇ സൈൻ ഇൻ, ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ ഫോം വന്നിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഫിസിക്കൽ ആയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം പോസ്റ്റിലൂടെ സെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ചൂസ് ഫ്രം ദ ഓപ്ഷൻ ബിലോ. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡും കിട്ടും, പ്ലസ് നിങ്ങൾക്ക് കോപ്പി നിങ്ങളുടെ ഇമെയിലിലൂടെ സെൻഡ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി അതിന്റെ ഇമെയിലിലൂടെ മാത്രം തന്നെ സെൻഡ് ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങളെ ആധാർ കാർഡിലുള്ള ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയാണ് പേരുള്ളത് ആ സെയിം ടു സെയിം പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനു മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ പേരുകൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അതിനുശേഷം മെയിൽ ഫീമെയിൽ ജെൻഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് പാരന്റ്സ് ഡീറ്റെയിൽ. ഇവിടെ ഫസ്റ്റിൽ കാണാൻ പറ്റും നിങ്ങൾ സിംഗിൾ പാരന്റ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ചിലവർ ഇങ്ങനെ ഉണ്ടാകും. അഥവാ നിങ്ങൾ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ പേര് മാത്രം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ പാൻ കാർഡിൽ മദർ നെയിം എന്ന് കാണിക്കും. ഇത് വന്നിട്ട് എല്ലാവരെയും കൊടുക്കണമെന്ന് ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. അതിനുശേഷം അമ്മയുടെ പേര് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ചോദിക്കുന്നുണ്ടാകും നിങ്ങളെ പാൻ കാർഡിൽ ആരെ പേരാണ് പ്രിന്റ് ആയി കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അഥവാ നിങ്ങൾക്ക് പാൻ കാർഡിൽ അച്ഛന്റെ പേര് കൊടുക്കുകയാണോ അഥവാ മദർ നെയിം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആരെ പേരാണ് നിങ്ങളെ പാൻ കാർഡിൽ മെൻഷൻ ആയി കാണിക്കണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളെ പാൻ കാർഡിൽ നിങ്ങളെ അച്ഛനോ അമ്മയുടെ പേര് മാത്രം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഹസ്ബൻഡോ വൈഫിന്റെ പേര് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റൂല. ഇത് വന്നിട്ട് മാരിറ്റൽ സ്റ്റേറ്റസ് ഇവിടെ ഒരു പ്രയോജനമില്ല. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പാൻ കാർഡിൽ നിങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ മാത്രം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നിങ്ങളെ പാൻ കാർഡിൽ ഹസ്ബൻഡോ വൈഫ്
വൈഫൈ ഒന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല. ഇവിടെ നമുക്ക് ഫാദർ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും സോഴ്സ് ഓഫ് ഇൻകം. ഇവിടെ വന്നിട്ട് പാൻ കാർഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഇൻകമിന്റെ സോഴ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിങ്ങളെ ഇൻകം സാലറിയിലൂടെ ആകുകയാണോ അതോ ഏതെങ്കിലും ബിസിനസ് ചെയ്യാണോ? അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പ്രൊഫഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതോ നിങ്ങളെ ഇൻകം വന്നിട്ട് ഏതെങ്കിലും കിസാനോ അതോ ഹോം പ്രോപ്പർട്ടിയോ അതോ ലാൻഡ് വഴി കിട്ടുന്നതാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഫ്രം ഹോം പ്രോപ്പർട്ടി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം വന്നിട്ട് വേറെ വഴി അതർ സോഴ്സിലൂടെ വരികയാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വയസ്സ് വന്നിട്ട് 18, 19, 20 വയസ്സായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഇൻകമോ അതോ ഒരു ജോലിയൊന്നും കാണത്തില്ലായിരിക്കാം. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോ ഇൻകം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ക്രിയേറ്റ് ആകും. അഥവാ സ്റ്റുഡന്റ് കേസിലായാലും ഇവിടെ നോ ഇൻകം ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമുക്ക് റെസിഡന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ അത് ആധാർ കാർഡിലൂടെ KYC ചെയ്ത് നമ്മളെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ അഡ്രസ്. ഇവിടെ നിങ്ങളെ ഹൗസ് നമ്പർ അതോ ബിൽഡിംഗ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ റോഡിന്റെ പേര്, അതിനുശേഷം പോസ്റ്റ് ഓഫീസിന്റെ പേര്, അതിനുശേഷം നിങ്ങളെ ഏരിയ, ഡിസ്ട്രിക്ട്, അതിനുശേഷം കൺട്രി ഇന്ത്യ, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഓഫീസ് അഡ്രസ് നമ്മളെ കേസിൽ ആപ്ലിക്കബിൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ബ്ലാങ്ക് ആയിട്ട് ഇടാം. അതിനുശേഷം നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ കൺട്രി കോഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. +91 ഇന്ത്യയിലത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഇമെയിൽ ID ഇവിടെ കൊടുക്കണം. ടെലിഫോൺ നമ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്. ഇവിടെ നമുക്ക് റെസിഡന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും ടിൻ ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്. ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങൾ കാണും. ഇവിടെ നമ്മൾ പാൻ കാർഡ് ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളെ പാസ്പോർട്ട് വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടില്ല. ഇത് വന്നിട്ട് കൊടുക്കണമെന്ന് ആവശ്യമില്ല. ഇത് വന്നിട്ട് ഇന്നറായി കേസിൽ മാത്രം തന്നെ യൂസ് ആകും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന റിപ്രസെന്റേറ്റീവ് ആക്സസ്. ഇവിടെ നമുക്ക് എപ്പോഴാണ് യെസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ മൈനർ കേസിൽ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണോ അതോ കമ്പനിയുടെ ഏതെങ്കിലും പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നോ എന്ന് കൊടുത്തിട്ട് ഫ്രണ്ടോട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എല്ലാവരും ഇവിടെ ചോദിക്കുന്നുണ്ടാകും ഏരിയ കോഡ്, AO കോഡ്, റേഞ്ച് കോഡ്. ഇനി ഇതെന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് നിങ്ങളെ ഏതെങ്കിലും ലൊക്കേഷൻ ആയാലും അതിനെ സെപ്പറേറ്റ് സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഏതാണ് കോഡെന്ന് നിങ്ങൾക്ക് അറിയുന്നൂടെ ആയിരിക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടാകും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം ഇന്ത്യൻ സിറ്റിസൺ. അതിനുശേഷം നിങ്ങളിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിറ്റി ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫിച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ ഒരുപാട് ടൈപ്സിൽ റേഞ്ച് കോഡ്, ഏരിയ കോഡെല്ലാം വന്നിട്ട് ഉണ്ടാകും. അതിന്റെ കൂടെ ഇവിടെ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് നിങ്ങളെ ഏരിയയുടെ പേര് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളെ ഏരിയയുടെ പേര്, നിങ്ങളെ വില്ലേജിന്റെ പേര്, നിങ്ങളെ തഹസീലിന്റെ പേര് എവിടെയാണോ നിങ്ങൾ ഏത് സെക്ഷനിലാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കണം. ഒരു ചിലവരെ കേസിൽ എന്താണെന്ന് വെച്ചാൽ അവരെ ഏരിയയുടെ പേര്, അവരെ നാട്ടിന്റെ പേര് ഇവിടെ കാണാൻ പറ്റൂലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ഡിഫോൾട്ട് കോഡ് ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങളുടെ നിയറസ്റ്റിൽ ഏതാണ് കോഡ് ഉള്ളത് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മുകളിലുള്ള ഇൻഫർമേഷൻ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഫില്ലായി കാണിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ പാൻ കാർഡിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതാണ് ഡോക്യുമെന്റ് കൊടുക്കുന്നോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് വലിയൊരു ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ അഥവാ സാധാരണ മനുഷ്യനാണെങ്കിൽ അവർക്കും ചെറിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ നമുക്ക് 3 രീതിയിലുള്ള ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങളെ വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ആയാലും അല്ലെങ്കിൽ നിങ്ങളിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങളിൽ ഏതാണ് ഡോക്യുമെന്റ് ഉണ്ടോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പോഴത്തെ സമയത്തിൽ ആധാർ കാർഡ് യൂസ് ആണ്, സോ ആധാർ കാർഡും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൊടുക്കേണ്ട പ്രൂഫ് ഓഫ് അഡ്രസ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിന്റെ ഡോക്യുമെന്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ അതിന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഏതെങ്കിലും ബില്ലുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങളെ കയ്യിൽ ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിവിടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിലും പ്രൂഫ് ഓഫ് അഡ്രസ്സിലും സെയിം
നമ്മൾ ആധാർ കാർഡിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്ഷനിൽ വരുമ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ ആധാർ കാർഡ് മാത്രം തന്നെ കാണാൻ പറ്റൂല. നേരത്തെ നമുക്ക് ആധാറിന്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമയത്തിൽ അതിനെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരുപാട് പേരിൽ ചിലപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് കാണത്തില്ലായിരിക്കും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അങ്ങനത്തെ സമയത്തിൽ നമുക്ക് ഗവൺമെന്റ് വന്നിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷനും കൊടുത്തിരിക്കുകയാണ്. അതോ നിങ്ങളതിൽ വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അതോ ഏതെങ്കിലും ഹൈസ്കൂളിന്റെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങളതിൽ ഉണ്ടാകണം. അതിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് മെൻഷൻ ആയിരിക്കണം. അപ്പോൾ ഈ ലിസ്റ്റിന്റെ അകത്ത് ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങളെ കയ്യിലുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് വെരിഫിക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ. ഇവിടെ നിങ്ങളെ പേര് വന്നിട്ട് ഇവിടെ കാണുന്നുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഇവിടെ സെൽഫ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കാര്യം ചെയ്തതിനു ശേഷം നിങ്ങളെ ഈ ഫോം വന്നിട്ട് ഏത് സ്ഥലത്ത് നിന്നാണോ ഫിൽ ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പേരോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ പേര് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങളെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, എന്തെങ്കിലും ജോലി ചെയ്യണോ, ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടർ ആണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മളെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. നമ്മളെ ഫോട്ടോ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മളെ സിഗ്നേച്ചറും സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സിഗ്നേച്ചർ ഇല്ലാതെ നമ്മളെ പാൻ കാർഡ് ഒരു യൂസും ഉണ്ടാവില്ല. ചില സമയം നമ്മൾ സിഗ്നേച്ചർ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ 3 മാസം മുമ്പേ ക്ലിക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോണിലൂടെ നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളെ ഫോട്ടോയുടെ സൈസ് വന്നിട്ട് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഫോട്ടോയുടെ ഫയൽ സൈസ് വന്നിട്ട് 50 KB ഉള്ളിൽ ഉണ്ടാകണം. അതേപോലെ ഫോട്ടോയുടെ ഡയമെൻഷൻ വന്നിട്ട് 3.5 × 2.5 സെന്റിമീറ്ററിൽ ഉണ്ടാക്കണം. അഥവാ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടാകും. അതേപോലെ ഇവിടെ ഒരു പ്രൊഫഷണൽ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഏതെങ്കിലും സൺഗ്ലാസ് വെച്ചിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട. കറക്റ്റ് ഡയമെൻഷനിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഫോട്ടോനെ ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ സിഗ്നേച്ചറിന്റെ സൈസ് 50 KB ഉള്ളിൽ ഉണ്ടാക്കണം. നിങ്ങൾ ആ സിഗ്നേച്ചർ ഇടുമ്പോൾ ഒരു ബ്ലാങ്ക് സൈസ് പേപ്പറിൽ നിങ്ങളെ ബ്ലാക്ക് കളർ പെൻ വെച്ച് ഇടണം. അതേപോലെ സിഗ്നേച്ചർ ഇട്ടിട്ട് അതിനെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യണം. ആ സിഗ്നേച്ചർ മാത്രം നിൽക്കുന്ന ഏരിയ മാത്രം ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ സേഫ് ആക്കി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മൾ ഡോക്യുമെന്റ് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഏത് ഡോക്യുമെന്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ രീതിയിൽ നമുക്ക് ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ ഐഡന്റിറ്റി പ്രൂഫിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൽ വേറെ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിന്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ മെർജ് ചെയ്ത് ഒരു ഫയലായിട്ട് നമുക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതേപോലെ നമ്മൾ വേറെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ കറക്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കണം. ഇനി നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിലിൽ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ നമ്മളെ ആധാർ കാർഡിന്റെ ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത എല്ലാം കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അഥവാ നിങ്ങൾ കൊടുത്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്റെ കേസിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. സോ നമുക്കിവിടെ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പേയ്മെന്റ് എത്ര ചെയ്യണമെന്ന് വെച്ചാൽ 107 rupees നമുക്ക് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് പേയ്മെന്റ് ഗെറ്റ്വേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ആയി ഓപ്ഷൻ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്കിവിടെ പേയ്മെന്റ് ചെയ്യണം. ഇവിടെ പേ കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. വാളറ്റിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് മെത്തേഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ നോക്കുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പിൻ കോഡെല്ലാം അടിച്ച് കഴിയുമ്പോൾ നമ്മൾ സക്സസ് എന്ന ഇതേപോലെ ഒരു പേജ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ആധാർ കാർഡിലൂടെ ഓതന്റിക്കേഷൻ ചെയ്യണം. യൂസ് മൈ ആധാർ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓതന്റിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. OTP ജനറേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡിൽ ഏത് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമുക്ക് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് കണ്ടിന്യൂ ടു പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം.
അതിനുശേഷം ഐ ഹിയർ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും നിങ്ങൾ ആധാർ കാർഡിലൂടെ ഒരു OTP ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നമ്മൾ ഓതന്റിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. ഇതിന്റെ കൂടെ നമ്മൾ സൈൻ ഇൻ വന്നിട്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ കാണുമ്പോൾ നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങളെ ഫ്രണ്ട് ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. അതിലാണ് ഉണ്ടാകും നിങ്ങളെ ആപ്ലിക്കേഷന്റെ റെഫറൻസ് നമ്പർ. ആ റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് വന്നിട്ട് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു സിമ്പിളോ ഒരു സ്പേസ് ഒന്നും കൊടുക്കാതെ കണ്ടിന്യൂ ആയിട്ട് ടൈപ്പ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ആയി കിട്ടും. ഇതേപോലെ നമുക്ക് ഓപ്പൺ ആയി വരും. അതേപോലെ നമ്മൾ അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് മോസ്റ്റ്ലി 5 to 6 ഡേയ്സിൽ ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. അതും വർക്കിംഗ് ഡേയ്സിൽ ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. അതേപോലെ പാൻ കാർഡ് എപ്പോഴാണ് ജനറേറ്റ് ആയി കിട്ടുന്നത് ആ സമയം നിങ്ങളെ SMS കാണിക്കും. അപ്പോൾ നിങ്ങളെ പാൻ കാർഡ് എപ്പോഴാണ് ജനറേറ്റ് ആകുന്നത് ആ സമയത്ത് നിങ്ങളെ ഇമെയിലൂടെ ഒരു കോപ്പി സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ടാകും. പക്ഷേ അതിന് വേണ്ടി എക്സ്ട്രാ 7 days ആകും. ഒരു 2 ആഴ്ചയാകും നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും, സ്പീഡ് പോസ്റ്റിലൂടെ. അതേപോലെ നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും ട്രാക്കിംഗ് നമ്പർ. ആ ട്രാക്കിംഗ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ പാൻ കാർഡ് എന്താണ് പ്രോസസ്, എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി വീണ്ടും നമുക്ക് ആ പോർട്ടൽ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, നോൺ സ്റ്റേറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ന്യൂ പാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഐ എം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ പാൻ കാർഡ് ജനറേറ്റ് ആയിട്ടുണ്ടാകും. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കാണിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും നമ്മളെ ഫിസിക്കൽ പാൻ കാർഡ് ഏത് പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ട്രാക്കിംഗ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിന് വന്നിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് നമ്മളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് വീഡിയോ കാണാം. ബൈ.